ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ധ്രുവചരിതമാണ് പറഞ്ഞത്. ഓരോ ഹൈന്ദവ വിശ്വാസിയും ധ്രുവചരിതം നിർബന്ധമായും അറിഞ്ഞിരിക്കണം. കാരണം ധ്രുവചരിതത്തിലാണ് ഭഗവാന്റെ ആ വാത്സല്യ രൂപം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഭഗവാന്റെ ആ രൂപം കണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അപാരമായ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്ന് മാത്രമല്ല, ഭഗവാന്റെ കൂടെ എപ്പോഴും ചേർന്ന് ഇരിക്കുവാനുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഒരുപാട് വർദ്ധിക്കുകയും ചെയ്യും. ധ്രുവന്റെ സന്തതി ചരിത്രമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. എല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് ഈ ഭാഗം ക്ഷമയോടുകൂടി ഇരുന്ന് അവസാനം വരെ കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യണം. അങ്ങനെ ധ്രുവന്റെ സായൂജ്യ പദ പ്രാപ്തിക്കു ശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ഉൽക്കലനാണ് രാജ്യഭാരം കയ്യേറിയത്. പിതാവിനെ പോലെ അദ്ദേഹവും വലിയ ദൈവഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചു കാലം മാത്രം രാജ്യം ഭരിച്ചതിനു ശേഷം എല്ലാം ത്യജിച്ച് അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയും അവസാനം മോക്ഷപദം പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഏകപുത്രനായിരുന്ന വത്സനാണ് രാജ്യം ഭരിച്ചത്. വത്സനു ശേഷം അദ്ദേഹത്തിന്റെ പൗത്രനായ അങ്കനാണ് രാജ്യം ഭരിച്ചത്. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ മുനിമാരുടെ ഒക്കെ അപേക്ഷ മാനിച്ചിട്ട്, അവരുടെ അഭിപ്രായം മാനിച്ചിട്ട് രാജ്യത്തിന് ഒരു രാജാവ് അത് ആവശ്യമാണ്. അതിനുവേണ്ടി അദ്ദേഹം പുത്രകാമേഷ്ടി യാഗം നടത്തുകയും അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിക്കുകയും ചെയ്തു. ആ യജ്ഞത്തിൽ നിന്നും ജനിച്ച ആ പായസം തൻ്റെ ഭാര്യയായ സുനീതയ്ക്ക് കൊടുക്കുകയും അങ്ങനെ സുനീത ഒരു പുത്രനെ ജനിപ്പിക്കുകയും ചെയ്തു. ആ കുഞ്ഞിന് അവർ വേനൻ എന്ന് പേരിട്ടു. വലിയ അധാർമിയും ദുഷ്ടനുമായിരുന്നു അവൻ. ലോകോത്തര വിഷ്ണു ഭക്തനായ ധ്രുവന്റെ വംശത്തിൽ എങ്ങനെ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചു എന്നോർത്ത് ജനങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു. മകന്റെ അധർമ്മ പ്രവർത്തികളും കഠിനമായ കർമ്മങ്ങളും കണ്ട് ആ പിതാവ് സഹിക്കുവാൻ വയ്യാത്ത മനോവേദനയോടുകൂടി രാജ്യം വെടിയുകയും കാടിനെ പ്രാപിക്കുകയും അവിടെ തപസ്സു ചെയ്ത് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു. രാജാവിൻ്റെ മരണശേഷം വേനൻ രാജാവായി മാറി. അവൻ കൊടിയ പാപിയും അധർമ്മിയുമായിരുന്നു എങ്കിലും അവൻ വലിയ പരാക്രമശാലിയും ബലശാലിയുമായിരുന്നു. അധർമ്മങ്ങളായിരുന്നു അവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവൻ തൻ്റെ രാജ്യത്ത് യജ്ഞങ്ങളും ഹോമങ്ങളും നിരോധിച്ചു. ആ രാജ്യത്തു നിന്നും മഹർഷിമാരെ അവൻ ആട്ടി ഓടിച്ചു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. താനാണ് ഈശ്വരൻ, തന്നെ പൂജിക്കണം, തന്നെ മാത്രമേ പൂജിക്കാവൂ എന്ന നിലയിൽ അവൻ സംസാരിക്കുകയും മഹാവിഷ്ണുവും മഹേശ്വരനും ബ്രഹ്മദേവനും ഒക്കെ തന്നെ കള്ളനാണയങ്ങളാണ്, അവരെ പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല, അതുകൊണ്ട് ഞാനാണ് ഈശ്വരൻ, എന്നെ പ്രാർത്ഥിക്കൂ എന്ന് അവൻ പറയുകയും ചെയ്തു. ഇതെല്ലാം കണ്ടും കേട്ടും ആ രാജ്യത്തെ ജനങ്ങളെല്ലാവരും വളരെയധികം വിഷമിച്ചു. ഇവന്റെ അധാർമികമായ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടിട്ട് കുറച്ച് മഹർഷിമാരെല്ലാവരും കൂടി ചേർന്ന് ഇവനെ ഒന്ന് ഉപദേശിക്കുവാനായി തീരുമാനിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി വേനന്റെ അടുക്കൽ എത്തിച്ചേരുകയും വേനനെ ഉപദേശിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവരുടെ ഉപദേശം അനുസരിച്ചില്ല, കേട്ടില്ല എന്ന് മാത്രമല്ല, അവരെ കഠിനമായി ആക്ഷേപിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ ആ മഹർഷിമാർക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും ആ ഋഷീശ്വരന്മാർ അവനെ ശപിക്കുകയും ചെയ്തു. ആ ശാപത്തിന്റെ ഫലമായി ഒരു ഹുങ്കാര ശബ്ദം ഉണ്ടാവുകയും ആ ശബ്ദം അവനെ വധിക്കുകയും ചെയ്തു.
അധർമ്മം മൂലം തന്റെ പുത്രന് സംഭവിച്ച ആ കഠിനമായ ആപത്തോർത്ത് മാതാവായ സുനീത വളരെയധികം സങ്കടപ്പെടുകയും ആരും അറിയാതെ അവൾ തന്റെ പുത്രന്റെ ആ മൃതശരീരം ഒരു പേടകത്തിലാക്കി സൂക്ഷിക്കുകയും ചെയ്തു. അതുകൂടാതെ ആ ശരീരത്തിന് കേടുപറ്റാതിരിക്കാനുള്ള ചില ഏർപ്പാടുകൾ കൂടി ചെയ്തു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. രാജ്യത്ത് രാജാവ് ഇല്ലാത്ത അവസ്ഥ വന്നു. അങ്ങനെയായാൽ പറ്റില്ല, രാജ്യത്ത് രാജാവ് വേണം, ഇല്ലെങ്കിൽ ശത്രുക്കൾ ആക്രമിക്കും, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം എന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുകയും അങ്ങനെ മന്ത്രിമാരും പൗര പ്രമുഖരും എല്ലാവരും കൂടി ചേർന്നിരുന്ന് ആലോചിക്കുകയും ചെയ്യുന്ന ആ സദസ്സിലേക്ക് അമ്മയായ ആ സുനീത അവിടേക്ക് വരികയും തൻ്റെ പുത്രന്റെ ശരീരം താൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, മഹർഷിമാർക്ക് മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ എന്ന് അവൾ പറയുകയും ചെയ്തു. വളരെ ബുദ്ധിമതിയായിരുന്നു ആ സ്ത്രീ. അങ്ങനെ മഹാരാജ്ഞിയുടെ നിർദ്ദേശം വളരെ സ്വീകാര്യമായി എല്ലാവർക്കും തോന്നുകയും അവർ വേദവിജ്ഞാനികളായ താപസ വര്യന്മാരെ വരുത്തുകയും ഒരു യാഗം ആരംഭിക്കുകയും ചെയ്തു. മരിച്ചു കിടക്കുന്ന വേനന്റെ തുട മന്ത്രോച്ചാരണങ്ങളോടെ അവർ കടയുന്നു. അപ്പോൾ അതിൽ നിന്നും ഒരു കറുത്ത് ഇരുണ്ട ഒരു രൂപം, ഒരു മനുഷ്യരൂപം ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് ആ വേനന്റെ എല്ലാ പാപങ്ങളും കൂടിച്ചേർന്നാണ് ആ പ്രാകൃത മനുഷ്യരൂപം ഉണ്ടായത്. ആ പ്രാകൃത മനുഷ്യന് നിഷാദൻ എന്ന പേര് ആ മഹർഷിമാരെല്ലാവരും കൂടി നാമകരണം ചെയ്യുകയും അവന്റെ വർഗത്തിലാണ് പിന്നീട് കാട്ടാളന്മാർ, അതായത് നിഷാദന്മാർ ഉണ്ടായത് എന്നും പറയപ്പെടുന്നു. താപസന്മാർ പിന്നീട് വേനന്റെ ആ കൈകൾ രണ്ടും കടയാൻ തുടങ്ങി. അപ്പോൾ ദിവ്യമായ പ്രഭയോടു കൂടിയ ഒരു ആൺകുഞ്ഞും അതുപോലെ തന്നെ അത്ര ശോഭയോടു കൂടിയ ഒരു പെൺകുഞ്ഞും ആ രണ്ട് കൈകളിൽ നിന്ന് ജനിച്ചു. പുരുഷ പ്രജയെ കണ്ട് വംശപിതാവായ ധ്രുവൻ ചെയ്ത പുണ്യത്തിന്റെ ഫലമായി മഹാവിഷ്ണുവിന്റെ അംശം കൊണ്ടുണ്ടായ ദിവ്യമായ സന്തതിയാണ് ഇതെന്നും പെൺപ്രജ ലക്ഷ്മി ദേവിയുടെ അംശം കൊണ്ടുണ്ടായിട്ടുള്ളതാണെന്നും ആ മുനിമാർ പറയുന്നു. ആ സമയം ആകാശത്തു നിന്നും ഒരു മംഗളവാദ്യം മുഴങ്ങുകയും യാഗത്തിന്റെ അവസാനം ഒരു നല്ല മുഹൂർത്തത്തിൽ വൈദിക വിധിപ്രകാരം മുനികൾ ആൺ പൈതലിന് പൃഥു എന്നും പെൺകുഞ്ഞിന് അർച്ചിസ് എന്നും നാമകരണം ചെയ്തു. ബാല്യകാലത്തിൽ തന്നെ ഈ പൃഥു എല്ലാവർക്കും കണ്ണിലുണ്ണിയായിരുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ വിധത്തിലുള്ള ശാസ്ത്രങ്ങളും അവൻ പഠിച്ചു. അങ്ങനെ അവൻ ഒരു മിടുമിടുക്കനായി വളർന്ന് വരികയാണ്. അതുപോലെ തന്നെ യുദ്ധത്തിലും അവൻ വളരെ മിടുക്കനായിരുന്നു. അങ്ങനെ യൗവനം പ്രാപിച്ചപ്പോൾ അർച്ചിസ് എന്ന ആ സുന്ദരിയെ തന്നെ ഈ പൃഥു വിവാഹം കഴിച്ചു. കാരണം മഹാവിഷ്ണുവും മഹാലക്ഷ്മിയുമാണ്. അധികം താമസിയാതെ തന്നെ അദ്ദേഹം രാജ്യഭാരം ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ പട്ടാഭിഷേക വേളയിൽ ധാരാളം ദേവകൾ എത്തിച്ചേരുകയും അവരെല്ലാവരും അദ്ദേഹത്തിന് വിശിഷ്ടങ്ങളായ ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ആ മംഗളമായ അവസരത്തിൽ യക്ഷരാജാവായ കുബേരൻ വിശിഷ്ടമായ ഒരു രത്നസിംഹാസനമാണ് നൽകിയത്. വരുണൻ ഒരു വെൺകൊറ്റ കുടയും അതുപോലെ തന്നെ വായു ഭഗവാൻ മനോഹരങ്ങളായ 2 വെൺചാമരങ്ങളും, ദേവേന്ദ്രൻ ഒരു കിരീടം, മണിരത്ന വിരാജിതമായ ഒരു കിരീടവും, യമധർമ്മൻ ശ്രേഷ്ഠമായ രാജദണ്ഡും, മഹാലക്ഷ്മി ഉറപ്പേറിയ പടച്ചട്ടയും, സരസ്വതീ ദേവി മുത്തുപ്പടവും, പാർവതീദേവി ദിവ്യമായ പട്ടാമ്പരവും, മഹാവിഷ്ണു സുദർശന തുല്യമായ ചക്രവും, പരമശിവൻ ചന്ദ്രഹാസം എന്ന വാളും, അഗ്നിദേവൻ അത്ഭുത ശോഭയുള്ള തിളങ്ങുന്ന ഒരു വില്ലും, മാർക്കണ്ഡേയ ദേവൻ ആ വില്ലിന് യോജിച്ച ദിവ്യമായ ബാണങ്ങളും, വിശ്വകർമാവ് വിശ്വമോഹനമായ ഒരു രഥവും, ചന്ദ്രൻ ആ രഥത്തിൽ കെട്ടാനുള്ള വെള്ളക്കുതിരകളും, സമുദ്രദേവൻ ഗംഭീരമായ ശബ്ദം മുഴക്കുന്ന ഒരു ശംഖും, ഭൂമിദേവി സുവർണമായ പാദുകങ്ങളും രാജാവിന് നൽകുന്നു. അതുകൂടാതെ ധാരാളം വിശിഷ്ടമായ മഹാരഥന്മാർ അവിടെ എത്തിച്ചേരുകയും അവരെല്ലാവരും തന്നെ രാജാവിന് വളരെയധികം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു.
അങ്ങനെ എല്ലാവർക്കും വളരെയധികം തൃപ്തി വരുന്ന രീതിയിൽ പൃഥു എന്ന രാജാവ് രാജ്യം ഭരിക്കുകയാണ്. ആ സമയത്താണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാകുന്നത്. അതായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ഭക്ഷണം ഭൂമിയിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ആര് എന്ത് ആവശ്യപ്പെട്ടാലും അത് നൽകണമെന്ന് അദ്ദേഹം ഭൂമിദേവിയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഭൂമിദേവി അദ്ദേഹത്തിന്റെ ആ ഒരു അഭ്യർത്ഥന ചെവിക്കൊണ്ടില്ല. അതോടുകൂടി പൃഥു എന്ന രാജാവിന് വളരെയധികം ദേഷ്യം തോന്നി. എന്തുകൊണ്ടാണ് ഭൂമിദേവി ഇപ്രകാരം ഒരു അപേക്ഷ സ്വീകരിക്കാതിരുന്നത്? അതായത് വേനൻ എന്ന ആ രാജാവിന്റെ കാലത്ത് വേനനെ പേടിച്ച് തന്റെ സർവ്വസമ്പത്തുകളും ദേവിയുടെ അന്തർഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് പുറത്തെടുത്ത് കാണിക്കുവാനുള്ള ആ വൈമനസ്യം കൊണ്ടാണ് ദേവി അത് ചെവിക്കൊള്ളാഞ്ഞത്. തന്റെ അഭ്യർത്ഥന ഭൂമിദേവി ചെവിക്കൊണ്ടില്ല എന്ന് മനസ്സിലാക്കിയ പൃഥു ചക്രവർത്തി വളരെയധികം അദ്ദേഹത്തിന് ദേഷ്യം തോന്നുകയും അദ്ദേഹം തന്റെ വില്ലെടുത്ത് കുലച്ചിട്ട് ഒരു അസ്ത്രം, അതായത് ആഗ്നേയാസ്ത്രം ഭൂമിക്ക് നേരെ പാച്ച് വിട്ടു. ഭൂമിദേവി നോക്കിയപ്പോൾ തന്റെ നേരെ പാഞ്ഞു വരുന്നു ആഗ്നേയാസ്ത്രം. ഭൂമിദേവി പേടിച്ചു. ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ ദേവി ഓടാൻ തുടങ്ങി. ദേവിയുടെ പുറകെ ആഗ്നേയാസ്ത്രവും അതുപോലെ തന്നെ പൃഥു എന്ന ചക്രവർത്തിയും. രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയ ദേവി പൃഥുവിന്റെ മുമ്പിൽ തൊഴുകൈയോടുകൂടി വന്നു നിൽക്കുകയും, അങ്ങ് എന്തിനാണ് എന്നോട് ഇപ്രകാരം ചെയ്യുന്നത്? ഒരിക്കൽ അങ്ങു തന്നെയല്ലേ എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞിട്ട് വരാഹ അവതാരത്തിന്റെ കാര്യം ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് അങ്ങനെയുള്ള അങ്ങ്, അതായത് നാരായണ അംശമായ അങ്ങ് വീണ്ടും എന്തിനാണ് എന്നോട് ഈ അധർമ്മം ചെയ്യുന്നത്? അതിനുവേണ്ടി ഞാൻ എന്തു തെറ്റ് ചെയ്തു എന്ന നിലയിൽ ചോദിക്കുകയും, അപ്പോൾ പൃഥു പറയുകയാണ്, അവിടുത്തെ നശിപ്പിക്കുവാനുള്ള ആഗ്രഹം എനിക്കില്ല. അത് തന്നെയുമല്ല, ഞാൻ വിചാരിച്ചാൽ അവിടുത്തെ നശിപ്പിക്കുവാനും സാധിക്കുകയില്ല. ഒരു കാര്യം അവിടുന്ന് ചെയ്യണം. എൻ്റെ ജനങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും ആഹാര പദാർത്ഥങ്ങൾ അവിടുന്ന് നൽകണം. അതിൽ അവിടുന്ന് യാതൊരു ഉപേക്ഷയും വിചാരിക്കരുത്. അത് മാത്രമാണ് എനിക്ക് ആവശ്യമെന്ന് പൃഥു എന്ന ചക്രവർത്തി ഭൂമിദേവിയോട് പറയുന്നു. രാജാവിന്റെ ഇപ്രകാരമുള്ള അപേക്ഷ കേട്ടപ്പോൾ ഭൂമിദേവി രാജാവിനോട് പറയുകയാണ്, അല്ലയോ രാജാവേ, അങ്ങ് സത്യം അറിയണം. എന്നിൽ ഒന്നും വിളയാത്തതിന്റെ കാരണം ഇവിടെ മൂല്യങ്ങൾ ക്ഷയിച്ചതും ധർമ്മം നശിച്ചതും കൊണ്ടാണ്. അങ്ങയുടെ പിതാവിന്റെ കാലത്ത് അധർമ്മങ്ങളാണ് നടന്നിരുന്നത്. യജ്ഞങ്ങളൊന്നും നടന്നിരുന്നില്ല. അതുകൊണ്ട് ദേവപ്രീതി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കാലാകാലങ്ങളിലുള്ള മഴയും നിലച്ചു. എന്നാലും എന്നിൽ അവശേഷിച്ചിട്ടുള്ള വിഭവങ്ങൾ അങ്ങയുടെ ജനങ്ങൾക്ക് വേണ്ടി നാം ദാനം ചെയ്യുവാൻ തയ്യാറാണ്. അതുകൊണ്ട് ആവശ്യമുള്ളത് അവർ വന്ന് എന്നിൽ നിന്നും കറന്നെടുത്തു കൊള്ളട്ടെ എന്ന് ഭൂമിദേവി പൃഥു എന്ന ചക്രവർത്തിയോട് പറയുന്നു. ലോകത്തിലുള്ള സകല വർഗങ്ങളും തങ്ങളുടെ കുലദേവതയായി കണക്കാക്കുന്നത് ഗോമാതാവിനെയാണ്. അതുകൊണ്ട് തന്നെ പൃഥു തന്നെ ആദ്യമായി മനുഷ്യവർഗത്തിന്റെ ആദി പിതാവായ മനുവിനെ, അതായത് സ്വയംഭൂ മനുവിനെ കന്നിൻ കിടാവാക്കി പശുരൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവിയുടെ അകിട്ടിൽ നിന്നും സകല ജാതി സസ്യങ്ങളെയും കറന്നെടുക്കുന്നു. മഹർഷികൾ ദേവാചാര്യനായ ബൃഹസ്പതിയെ കന്നാക്കി മാറ്റി ഇന്ദ്രിയ ചക്ഷങ്ങളിൽ നിന്ന് വേദങ്ങളെ കറന്നെടുക്കുന്നു. ദേവന്മാർ ഇന്ദ്രനെ പശുക്കുട്ടിയാക്കി സ്വർണപാത്രത്തിൽ സോമരസായനം കറന്ന് എടുക്കുന്നു. അസുരന്മാർ പ്രഹ്ലാദനെ പശുവാക്കി ഇരുമ്പു പാത്രത്തിൽ മദ്യം കറന്ന് എടുക്കുന്നു. ഗന്ധർവന്മാർ വിശ്വകർമാവിനെ പശുക്കുട്ടിയാക്കി സംഗീതം കറന്നെടുത്തു. സിദ്ധന്മാർ കപിലാചാര്യനെ കന്നാക്കി കൽപ്പനാസിദ്ധിയെ കറന്ന് എടുക്കുന്നു. മായാവികൾ മയനെ കന്നാക്കി മായാവിദ്യകൾ കറന്നെടുക്കുന്നു. ഭൂത പ്രേത പിശാചുക്കൾ ഭൂതേശനെ പശുക്കിടാവാക്കി രക്തം കറന്നെടുക്കുന്നു. സർപ്പങ്ങൾ തക്ഷകനെ പശുക്കിടാവാക്കി വിഷം കറന്നെടുക്കുന്നു. ഇപ്രകാരം എല്ലാവരും അവരവർക്ക് വേണ്ടത് അവരവരുടെ കുലമുഖ്യനെ പശുക്കുട്ടിയാക്കി മാറ്റി ഭൂമിദേവിയുടെ അകിട്ടിൽ നിന്നും യഥേഷ്ടം
കറന്നെടുത്തു. അതിനുശേഷം പൃഥു ഭക്തി ബഹുമാനപൂർവം ഭൂമിദേവിയെ യഥാസ്ഥാനത്തു തന്നെ ഉറപ്പിച്ചു. പിന്നീട് അദ്ദേഹം പരിവാര സമേതം രാജ്യമെമ്പാടും സഞ്ചരിച്ച് കുന്നും കുഴിയും മേടും തോടുമെല്ലാം അസ്ത്രങ്ങൾ എയ്ത് ഭൂമിയെ സമനിരപ്പാക്കി മാറ്റി. അങ്ങനെ ധരാതലം മുഴുവനും കൃഷിയോഗ്യമായി തീർന്നു. സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും സമൃദ്ധമായി വിളയാൻ തുടങ്ങി. അതിന്റെ ഫലമായി ലോകത്തിലുള്ള എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാവുകയും ചെയ്തു. ആർക്കും ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയായി. ഭൂമി ഇഷ്ടം പോലെ വിളഞ്ഞു. എല്ലാവരെയും ഒന്നുപോലെ അങ്ങനെ അദ്ദേഹം തൃപ്തിപ്പെടുത്തി. പൃഥുവിൽ നിന്നും ഉത്കൃഷ്ടമായ ശ്രേയസ് ഉണ്ടായതിനാൽ ഭൂമിദേവി അന്നു മുതൽ പൃഥ്വി എന്ന പേരിൽ കൂടി അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ പൃഥുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം അനവധി അശ്വമേധ യാഗങ്ങൾ നടത്തുകയും ദേവേന്ദ്രന് തുല്യമായി വാഴുകയും ചെയ്തു. 100ാമത്തെ അശ്വമേധയാഗം അദ്ദേഹം ആരംഭിച്ചു. 100 അശ്വമേധയാഗം നടത്തിയ ആ പുണ്യവാൻ അത് ഇന്ദ്രൻ മാത്രമാണ്. സ്വാഭാവികമായും ഇന്ദ്രന് അസൂയ തോന്നുകയും തൻ്റെ പദവി നഷ്ടപ്പെട്ടു പോവുമോ എന്നുള്ള ആ ഒരു ഭയം കൂടി ഉണ്ടാവുകയും ചെയ്തു. അതനുസരിച്ചിട്ട് ആരും കാണാതെ യാഗ അശ്വത്തെ ഇന്ദ്രൻ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു. അത് അത്രി മഹർഷി കാണുന്നു. അശ്വത്തെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നുള്ള വിവരം അദ്ദേഹം അത്രി മഹർഷി രാജാവിനെ അറിയിക്കുകയും അങ്ങനെ പൃഥുവിന്റെ പുത്രൻ ഇന്ദ്രനെ ആക്രമിക്കുവാനായി പോവുകയും ചെയ്തു. അങ്ങനെ തൻ്റെ പുറകെ ആയുധവുമായി പാഞ്ഞടുത്തു വരുന്ന പൃഥുവിന്റെ പുത്രനെ കണ്ട് അശ്വത്തെ ഉപേക്ഷിച്ചിട്ട് ദേവേന്ദ്രൻ അവിടെ നിന്നും ഓടിപ്പോയി. പക്ഷെ വീണ്ടും ദേവേന്ദ്രന് ഉറക്കം വന്നില്ല. അന്നു രാത്രി തന്നെ വീണ്ടും അശ്വത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയി. അതും അത്രി മഹർഷി കാണുന്നു. ഇനി അവനെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൃഥു തന്നെ ദേവേന്ദ്രന്റെ പുറകെ ആയുധങ്ങളും എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ വേഷം മാറിയാണ് ദേവേന്ദ്രൻ വന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദേവേന്ദ്രനാണ് എന്ന് ആർക്കും മനസ്സിലായതുമില്ല. അങ്ങനെ ഇന്ദ്രനെ ഇപ്പോൾ പൃഥു വധിക്കും എന്ന നിലയിലായപ്പോൾ അശ്വമേധ യാഗത്തിന്റെ ഇടയ്ക്ക് ഒരു മരണം അത് സംഭവിച്ചുകൂടാ. അങ്ങനെ സംഭവിച്ചാൽ അത് യാഗത്തിന് ദോഷമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെടുകയും ബ്രഹ്മദേവൻ ഇത് ദേവേന്ദ്രനാണ്, ഈ സമയത്ത് ഒരു യുദ്ധം പാടില്ല, അങ്ങനെ ചെയ്താൽ അങ്ങയുടെ യജ്ഞത്തിന് ഫലം ലഭിക്കുകയില്ല, ഈ സമയത്ത് അങ്ങാരെയും വധിക്കാൻ പാടില്ല എന്ന നിലയിൽ ബ്രഹ്മദേവൻ സംസാരിക്കുകയും ഇത് ദേവേന്ദ്രൻ തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ദേവേന്ദ്രനോട് സൗഹൃദം സ്ഥാപിക്കുവാൻ പറയുകയും ചെയ്യുന്നു. പൃഥു അത് സമ്മതിക്കുന്നു. അതോടുകൂടി ദേവരാജൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും അഗ്നിസാക്ഷിയായി അവർ രണ്ടുപേരും ഇനി ഞങ്ങൾ സുഹൃത്തുക്കളാണ്, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അഗ്നിസാക്ഷിയായി അവർ രണ്ടുപേരും സത്യം ചെയ്ത് സുഹൃത്തുക്കളായി തീരുകയും ചെയ്തു. ബ്രഹ്മദേവന്റെയും മഹാവിഷ്ണുവിന്റെയും ദിവ്യമായ സന്നിധിയിൽ വെച്ച് അങ്ങനെ പൃഥു തന്റെ യജ്ഞം മംഗളകരമായി അവസാനിപ്പിച്ചു. ഭഗവാന്റെ സന്നിധിയിൽ വെച്ച് ഒരു യാഗം അവസാനിപ്പിക്കുക എന്നുള്ള ആ പുണ്യകരമായ ഭാഗ്യം അതിനു മുമ്പും അതിനുശേഷവും ആർക്കും ലഭിച്ചിട്ടില്ല. അത്ര വലിയ മഹാഭാഗ്യമാണ് പൃഥു എന്ന ചക്രവർത്തിക്ക് ഭഗവാൻ നൽകിയത്. അങ്ങനെ പൃഥുവിനെ അനുഗ്രഹിച്ച് എല്ലാ ദേവകളും മറഞ്ഞു. യാഗത്തിന്റെ ഹവിസ് ദേവകൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും രാജാവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അദ്ദേഹം വളരെ കാലം രാജ്യം ഭരിച്ചു. അതിനുശേഷം വാർദ്ധക്യമായ സമയത്ത്, വാർദ്ധക്യത്തിന്റെ ആരംഭത്തിൽ സനകാദി മുനികൾ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തിന് ബ്രഹ്മജ്ഞാനം ഉപദേശിച്ച് നൽകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം രാജ്യഭരണത്തിന് ഇഷ്ടപ്പെടാതെ അദ്ദേഹം എന്തു ചെയ്തു? തൻ്റെ പുത്രനെ രാജാവായി വാഴിച്ചതിനു ശേഷം പുത്രനായ വിജിതാശ്വനെ
രാജാവായി വാഴിച്ചതിനു ശേഷം സർവ ലൗകിക സുഖങ്ങളും ബന്ധനങ്ങളും എല്ലാം വെടിഞ്ഞിട്ട് കാട്ടിൽ പോയി തപസ്സനുഷ്ഠിച്ച് മുക്തിപദം പ്രാപിച്ചു. പ്രാണവല്ലഭന്റെ ആ ദേഹ പരിത്യാഗം കണ്ട് സഹിക്കുവാൻ സാധിക്കാതെ ധർമ്മപത്നിയായ അർച്ചിസ് ചിതയിൽ ചാടി ആത്മാഹുതി ചെയ്തു. അതോടുകൂടി അർച്ചിസും മുക്തിപദം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭൂമിക്ക് പൃഥ്വി എന്ന ഒരു നാമം കൂടിയുണ്ട്. പര്യായ പദം പഠിക്കുന്ന സമയത്ത് പൃഥ്വി എന്ന ഒരു നാമം കൂടി ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഭൂമിദേവിയെ പൃഥ്വി എന്ന് വിളിക്കുന്നത് എന്ന് ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഭാഗവതത്തിലെ ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.